ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സ്പോട്ട് അഡ്മിഷൻസ് നടക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ബിടെക്കിൻ്റെ സ്പോട്ട് അഡ്മിഷനെ പറ്റിയും ഇൻറ്റിഗ്രേറ്റഡ് MSc ലാറ്ററൽ എൻട്രി ബിടെക് അതിൻ്റെ എല്ലാം സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റി വീഡിയോ ഇട്ടിരുന്നു. കുറച്ച് മുമ്പ് 2 വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ ബിടെക് മറൈൻ എഞ്ചിനീയറിങ്ങിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. അപ്പോൾ മറൈൻ എഞ്ചിനീയറിങ്ങിന് 4 അലോട്ട്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇതിപ്പോൾ അതിന് ശേഷവും വാക്കൻ്റ് ഉള്ള സീറ്റുകളിലേക്കാണ് ഈ പുതിയതായി സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. Spot admission to BTech Marine Engineering Instruction to candidates. First spot admission to vacant seats of BTech Marine Engineering programs conducted by Kunyalimarakar School of Marine Engineering of Cochin University is scheduled to be held on 25th November through online mode, and registration for the same will be open up to 24th November 2025 PM. 25-ാം തീയതിയാണ് നടക്കുക സ്പോട്ട് അലോട്ട്മെൻറ്റ്. അതിനുള്ള രജിസ്ട്രേഷൻ 24 നവംബർ 5 PM വരെ പ്രൊഫൈലിൽ കൂടെ പറ്റും. ഓൺലൈൻ മോഡായിരിക്കും ഷോർട്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ദോസ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ഫോർ അഡ്മിഷൻ ടു ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഓഫ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാൻ രജിസ്റ്റർ ഫോർ സ്പോട്ട് അഡ്മിഷൻ ത്രൂ ദ ലിങ്ക് എനേബിൾഡ് ഇൻ ദെയർ ലോഗിൻ പേജ്. അപ്പോൾ ആർക്കൊക്കെ സ്പോട്ടിൻ്റെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അവരുടെ ലോഗിൻ പേജിലൂടെ. They have to upload the medical certificate issued by medical practitioners approved by the DG shipping at the time of registration. അപ്പോൾ മറ്റുള്ള അലോട്ട്മെൻറ്റ്സിനെ അപേക്ഷിച്ച് രജിസ്ട്രേഷൻ ടൈമിൽ മറൈൻ എഞ്ചിനീയറിംഗുകാർക്ക് DG ഷിപ്പിംഗ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരൊക്കെ അത്രയും പെട്ടെന്ന് അത് സംഘടിപ്പിക്കുക. എവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് സൈറ്റിൽ ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. സൈറ്റിൽ റിസോഴ്സസിലാണ് DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സ് ലിസ്റ്റ് ഉള്ളത്. അത് ഒരുവിധം എല്ലാ ഡിസ്ട്രിക്ട്സിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ എവിടെയെന്ന് വെച്ചാൽ അത് മേടിക്കാം കേട്ടോ. Registered candidates will be called for an online meeting in the order of their rank, and they will be considered for admission to the vacant seats on the basis of their eligibility. റാങ്ക് ബേസിസിൽ തന്നെയായിരിക്കും കാൻഡിഡേറ്റ്സിനെ വിളിക്കുക. പിന്നെ അവർക്ക് എലിജിബിൾ ആണെങ്കിൽ, അതായത് അവരുടെ മുമ്പുള്ളവർക്കൊക്കെ സീറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് വാക്കൻസി ഉണ്ടെങ്കിൽ എലിജിബിൾ ആണെങ്കിൽ അവർക്ക് കിട്ടും. ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഓൺലൈൻ മീറ്റിംഗ് അലോങ് വിത്ത് മീറ്റിംഗ് ലിങ്ക് വിൽ ബി സെൻഡ് ടു ദ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ്. ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പ്രൊഫൈൽ നോക്കിയാലും കാണാൻ പറ്റും. ദ വേക്കൻറ്റ് സീറ്റ്സ് അണ്ടർ NRI കോട്ട ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി സ്പോട്ട് അഡ്മിഷൻ, ആൻഡ് ദോസ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് ആൻഡ് നോട്ട് യെറ്റ് അപ്ലൈഡ് ഫോർ സീറ്റ്സ് അണ്ടർ NRI കോട്ട ഓൾസോ വിൽ ബി കൺസിഡർഡ് ഫോർ ദീസ് സീറ്റ്സ്. NRI കോട്ടയിലുള്ള അലോട്ട്മെൻറ്റ് നടക്കും. അപ്പോൾ ഇൻക്ലൂഡ് റാങ്ക് ലിസ്റ്റിൽ ഇട്ടിട്ട് ഉണ്ട്. പക്ഷേ NRI കോട്ടയിൽ ആ സമയത്ത് അപ്ലൈ ചെയ്തിരുന്നില്ലാത്തവർക്കും അവരുടെ നെസസറി ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ NRI കോട്ടയിൽ അപ്ലൈ ചെയ്യാം. ദോസ് കാൻഡിഡേറ്റ്സ് ആർ കോൾ ഫോർ ഓൺലൈൻ മീറ്റിംഗ് ആൻഡ് ഫെയിൽ ടു ലോഗിൻ ആൻഡ് അറ്റൻഡ് ദ മീറ്റിംഗ് അറ്റ് ദ അലോട്ടഡ് ടൈം will not be considered for admission in the particular spot admission. കാൻഡിഡേറ്റ്സ് മീറ്റിങ്ങിൽ ലിങ്ക് കിട്ടി അവരെ ആ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്ന അവരെ കൺസിഡർ ചെയ്യില്ല സ്പോട്ട് അലോട്ട്മെൻറ്റിനെ. ഇഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് നീഡ് ടു അപ്ലോഡ് ദ സ്റ്റിപ്പുലേറ്റഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് റെമിറ്റ് ദ പ്രിസ്ക്രൈബ്ഡ് ഫീ ഓൺ ദ സെയിം ഡേ ഇറ്റ്സെൽഫ് ത്രൂ ദ കാൻഡിഡേറ്റ്സ് ഹോം പേജ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുള്ളവർ ഫീയും, പ്രത്യേകിച്ച് മറൈൻ എഞ്ചിനീയറിങ്ങിന് അറിയാമല്ലോ അത്യാവശ്യം നല്ല ഫീ ഉണ്ട്. സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ തന്നെ 1.5 ലക്ഷം, ഓൾ ഇന്ത്യ മെറിറ്റിൽ 2 ലക്ഷത്തോളം ഉണ്ട് ഫീ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെക്കുക. അലോട്ട്മെൻറ്റിൻ്റെ കിട്ടിയ അന്ന് തന്നെ ഫീ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതേപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇഫ് ഫെയിൽ ടു ഡു സോ ദ അലോട്ട്മെൻറ്റ് ഗിവൻ ടു ദാറ്റ് കാൻഡിഡേറ്റ് വിൽ ബി ക്യാൻസൽഡ്. അപ്പോൾ ഫീ പേ ചെയ്യും, സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യും ചെയ്തില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും. ദ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ ഫോർ SC/ST കാൻഡിഡേറ്റ്സ് ഓൾസോ വിൽ ബി ഹെൽഡ് സൈമിൾട്ടേനിയസ്ലി ഓൺ ദീസ് ഡേയ്സ്. SC/ST കാൻഡിഡേറ്റ്സിലുള്ള ഫസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റും ഇതിൻ്റെ കൂടെ നടക്കും. ഫോർ മോർ ഡീറ്റെയിൽസ് വിസിറ്റ് ദ അഡ്മിഷൻ വെബ്സൈറ്റ് ഓഫ് യൂണിവേഴ്സിറ്റി admissions.qstat.ac.in. വിശദാംശങ്ങൾക്ക് വേണ്ടി
യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ മറൈൻ എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റ് സ്പോട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ നിബന്ധനകളൊക്കെ അനുസരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ പിന്നെ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അടുത്ത അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. അതിരിക്കും ബൈ.